ഐക്യു എന്ന ബ്രാൻഡിന്റെ 36,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ഐക്യു ന്യൂ 9 പ്രോ. അതുപോലെ തന്നെ OnePlusന്റെ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് OnePlus 12R. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു ന്യൂ 9 പ്രോയും അതുപോലെ തന്നെ OnePlus 12Rഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐക്യു ന്യൂ 9 പ്രോയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OnePlusൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ചില ഗെയിമുകളിൽ മാത്രമായിരിക്കും ആക്ടിവേറ്റ് ആവുക. എന്നാലും 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഐക്യുവിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഐക്യുവിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ OnePlusൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. OnePlusൽ ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഐക്യുയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. OnePlusൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് OnePlusൽ ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഐക്യു ന്യൂ 9 പ്രോയിൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ OnePlusൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ OnePlusൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യുവിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. OnePlusലാണെന്നുണ്ടെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ OnePlusൽ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ ഐക്യുവിൽ വരുന്നില്ല. ഇത് സൈഡിലുള്ള ഒരു ബട്ടനാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഐക്യുയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. OnePlusന്റെ വെയിറ്റ് വരുന്നത് 207 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് ഐക്യുവിലാണ്. അതുപോലെ തന്നെ ഐക്യുയുടെ തിക്നെസ് വരുന്നത് 8.34 mm ആണ്. OnePlusന്റെ തിക്നെസ് വരുന്നത് 8.8 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് ഐക്യുവിലാണ്. അപ്പം ഈ കാര്യങ്ങളിൽ ഐക്യുവിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഐക്യു ന്യൂ 9 പ്രോയിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ OnePlusൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് OnePlusൽ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും OnePlusന് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഐക്യുയുടെ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. OnePlusൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐക്യുവിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ OnePlusൽ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐക്യു ന്യൂ 9 പ്രോയുടെ 256 GB ഇന്റേണൽ വെർഷൻസിൽ UFS 4.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ OnePlus 12Rൽ അങ്ങനെയല്ല. എല്ലാ വെർഷൻസിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. അവർ ഇനീഷ്യലി UFS 4.0 സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഫേക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും OnePlus 12Rൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഐക്യു ന്യൂ 9 പ്രോയുടെ 8 GB റാം 128 GB ഇന്റേണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും LPDDR5Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ ഐക്യു ന്യൂ 9 പ്രോ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീറ്റിങ്ങും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്നും കുറവ് ഐക്യു ന്യൂ 9 പ്രോയിലാണ്. അവ രണ്ടിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സർ ആണ് എന്നുണ്ടെങ്കിലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഐക്യു ന്യൂ 9 പ്രോയിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമിങ്ങിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ നോക്കുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐക്യു ന്യൂ 9 പ്രോ നോക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐക്യുവിൽ 11 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. OnePlusൽ 15 5G ബാൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8 GB റാമും 128 GB ഇന്റേണലാണ് വരുന്നത്. ഐക്യുവിൽ 8 GB റാം 256 GB ഇന്റേണൽ വെർഷനും 12 GB റാം 256 GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. OnePlusൽ ഇങ്ങനെയുള്ള വെർഷൻസ് വരുന്നില്ല. പിന്നെ OnePlusൽ 16 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്.
ഈ ഫോണുകൾ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ വൺ പ്ലസിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ ഐക്യൂല് വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ ഐക്യൂല് ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. വൺ പ്ലസിൽ ഓക്സിജൻ OS സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഓക്സിജൻ OS സോഫ്റ്റ്വെയർ ആണ്, വൺ പ്ലസിൽ വരുന്ന സോഫ്റ്റ്വെയർ. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വൺ പ്ലസിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഐക്യൂല് സോണി IMX 920യുടെ സെൻസർ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൽ സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെൻസർ ഐക്യൂല് വരുന്നുണ്ട്. രണ്ടിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൽ 2 മെഗാപിക്സൽ ഒരു മാക്രോ ലെൻസും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വലിയ യൂസ് ഒന്നുമില്ല, എന്നാലും എക്സ്ട്രാ അങ്ങനൊരു സെൻസർ വരുന്നുണ്ട്. എന്നാൽ ഇതുപോലൊരു സെൻസർ ഐക്യൂല് വരുന്നില്ല. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് വരാൻ പറ്റില്ല, കാരണം 2 മെഗാപിക്സൽ ഒരു സെൻസറാണ്. എന്തായാലും ക്യാമറ കമ്പാരിസൺസ് നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഐക്യൂല് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള HDR പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ സ്കിൻ ടോൺസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഐക്യൂല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐക്യൂലാണ്. പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ വൺ പ്ലസിൽ 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഐക്യൂല് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഒരു HDR പെർഫോമൻസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ഫോണുകളിലും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ആയിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള HDR പെർഫോമൻസും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും പിന്നെ ലോ ലൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഐക്യൂല് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ന്യൂ 9 Pro ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് 5160 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഐക്യൂല് വരുന്നുണ്ട്. അതുമാത്രമല്ല ഐക്യൂല് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. വൺ പ്ലസിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഐക്യൂല് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും USB 2.0യുടെ സപ്പോർട്ടാണ് വരുന്നത്. USB 3.1ന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ന്യൂ 9 Pro ആയിരിക്കും. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യൂ ന്യൂ 9 Proയുടെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. വൺ പ്ലസിൻ്റെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂനാണ് കമ്പാരിറ്റീവ്ലി വില കുറവ്. ഈ ഒരു കാര്യത്തിൽ ഐക്യൂന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഐക്യൂല് 8GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷൻ്റെ വില വരുന്നത് 37,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. ഇങ്ങനെയുള്ള വെർഷൻസ് വൺ പ്ലസിൽ വരുന്നില്ല. എന്നാൽ വൺ പ്ലസിൽ 16GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 45,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂ ന്യൂ 9 Proയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ന്യൂ 9 Pro ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ 256GB ഇന്റേണൽ വെർഷൻസിൽ UFS 4.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. വൺ പ്ലസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP64 റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിലായിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.